ഹൈബിയേട്ടാ കഴിക്കുന്ന ആളാണോ? കഴിക്കുന്ന എന്ത് കഴിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമാണ്. മദ്യപിക്കുന്ന ആളാണോ? മദ്യപാനം മദ്യം എന്താണ് മദ്യപാനം എന്താണ്, മദ്യം എന്താണെന്ന് അറിയാം. മദ്യപിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തൽക്കാലം മദ്യപിക്കുന്നില്ല എന്നേ ഉള്ളൂ. മദ്യപാനം ഇപ്പൊ ഇല്ല, നിർത്തിയിട്ടില്ല, അല്ല വർഷങ്ങളായിട്ട്. എന്തായാലും ഈ വേദിയിൽ ഇരുന്ന് നിർത്തിയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു കുടുംബ കലഹത്തിലേക്ക് പോകും. കുഴപ്പമില്ല. എന്താണെങ്കിലും മദ്യപിക്കുന്നവർക്ക് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. മുൻപ് ബാറുകൾ 10 മണി മുതൽ 10 മണി വരെ ആയിരുന്നു, 12 മണിക്കൂർ. അതിനെ ഒരു 2 മണിക്കൂറും കൂടി നീട്ടാനുള്ള സർക്കാർ ഉത്തരവ് വന്നിരിക്കുകയാണ്. ഇനി മുതൽ ബാറുകളും ബിയർ വൈൻ പാർലറുകളും 12 മണി വരെ തുറന്ന് പ്രവർത്തിക്കും എന്നാണ് പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. കേട്ട് കാണുമല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തെളിച്ചൊക്കെ മുഖത്തുണ്ട്. എന്താണെങ്കിലും ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടം ആർക്കാണ്? സർക്കാരിനാണോ, അതോ ഇവിടുത്തെ ജനങ്ങൾക്കോ, അതോ ബാർ മുതലാളിമാർക്കോ? എന്തുകൊണ്ടാണ് ഈ 2 മണിക്കൂർ നീട്ടിവെക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ വന്നത്? പ്രശാന്തേ, ഞാനിങ്ങനെ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചെന്ന് വെച്ചാൽ, ഞാനൊരു കുടിയനാണോ എന്ന് പ്രശാന്ത് ആദ്യം ചോദിച്ചു. എന്താണ് മദ്യപിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഒരു എന്താ പറയുക, ഒരു ആണ് എന്ന രീതിയിൽ അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന രീതിയിൽ ആണുങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനെ എതിർക്കും. കാര്യം ഇത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന അവസരത്തിൽ ഇങ്ങനൊരു പ്രഖ്യാപനം വരുമ്പോൾ ഇതിനെ സാധൂകരിക്കത്തക്ക രീതിയിൽ മാധ്യമങ്ങളിൽ, അതായത് ഈ സർക്കാരിനെ പിന്താങ്ങി നിൽക്കുന്ന ചില മാധ്യമങ്ങൾ പറയുന്നത് ഇത് നല്ലതാണെന്നൊക്കെയാണ്. എനിക്കൊരിക്കലും ഇതിനോട് നല്ല യോജിപ്പില്ല. കാര്യം മദ്യപാനം എന്ന് പറയുന്നത് ഈ പറയുന്ന കുടുംബം നിങ്ങൾ കുടിച്ചോളൂ, അതിനെ ഒരു 2 മണിക്കൂർ കൂടുതൽ നീട്ടിക്കൊടുത്തെന്ന് പറഞ്ഞ് സർക്കാരിന് വരുമാനം ഉണ്ടാവും. കുടിക്കുന്നവരെ സംബന്ധിച്ചും ഒരു 10 മണിക്ക് മുമ്പ് വീട്ടിൽ കയറണമെന്ന് കരുതുന്ന ആണുങ്ങളെ സംബന്ധിച്ചും ഭർത്താവിനെ കാത്ത് വീട്ടിൽ കുഞ്ഞുങ്ങളും ഭാര്യയും ഇരിക്കുന്ന അവരെ സംബന്ധിച്ചും 12 മണി വരെയും കാത്തിരുന്ന് ചിലപ്പോൾ 12 മണിക്ക് കുടിച്ചിട്ട് വരുന്ന ആൾ വഴിയിൽ പോലീസ് പിടിച്ച് അതിന് ലേറ്റായി, അത് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. അല്ല, ഇവിടെ ഇന്ന് സർക്കാർ ഇത് പറയുമ്പോൾ സർക്കാർ മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്. നൈറ്റ് ലൈഫ് സംസ്കാരത്തെ കേരളത്തിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു നീക്കത്തിന് പിന്നിൽ. അതുപോലെ തന്നെ ടൂറിസം മേഖലകൾ. ഇതിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. ഈ ബിസിനസ് ആവശ്യങ്ങൾക്കായി ചർച്ചകൾ നടക്കുന്ന ബിസിനസ് ഹോട്ടലുകളിൽ പുലർച്ചെ 3 മണി വരെ മദ്യം വിളമ്പാനുള്ള ഓർഡറും വന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രശാന്തേ, ഇപ്പൊ ഇത് പറയുന്നത് സർക്കാരാണ്. പ്രശാന്ത് അല്ലെങ്കിൽ ഞാൻ എക്സ് ഓർ വൈ ഇതുപോലെ ബാർ ചെല്ലുന്നു, 10 മണിക്ക് വീട്ടിൽ പോയിക്കൊണ്ടിരുന്നവൻ 12 മണിയായിട്ടും വീട്ടിൽ ചെല്ലുന്നില്ല, അടിച്ച് സെറ്റ് ആകുന്നു, വണ്ടി എടുത്ത് ഓടിച്ചു പോകുന്നത് ഭയങ്കര കോൺഫിഡൻസിൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പോകുന്നു. ഈ കാശ് സർക്കാരിന് ചെല്ലുന്നു. ഈ കാശ് സർക്കാരിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കടയിൽ കൊടുത്താൽ അതിൻ്റെ ബാധ്യത, നമ്മളെ ബാധ്യത കഴിഞ്ഞു, കടക്കാരനായ കാശ്, അതുപോലെ സർക്കാരിന് ഈ എമൗണ്ട് ചെല്ലുകയാണ്. ഇതിൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ആലപ്പുഴയിലോ മറ്റോ ഒരു കുടുംബം രാത്രി യാത്രയിൽ വണ്ടി നിർത്തി പുറത്തിറങ്ങുമ്പോൾ ഇതേപോലെ മദ്യപിച്ച് പോകുന്നവരെ തല്ലാൻ ഇറങ്ങുന്ന ഒരു പോലീസുകാരൻ ആ കുടുംബത്തിലുണ്ടായിരുന്ന സ്ത്രീകൾ അവരെ മർദ്ദിച്ച ഒരു സംഭവം നിങ്ങളുടെ ഓർമ്മയിലുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, സർക്കാരിന് കാശ് മാത്രം മതി, അത് ഒരു വിഭാഗം കാശ്, അത് കഴിഞ്ഞ് മദ്യപിച്ച് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞ് പോലീസ് കൊണ്ടുപോയി അടുത്ത പെറ്റിയടിക്കണ കാശ്. അപ്പോൾ ഇതൊക്കെ ഈ സാമൂഹിക വിപത്ത് എന്ന് പറയുന്ന സാധനം, ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഇത് ബാംഗ്ലൂർ ഒന്നുമല്ല, ഇപ്പൊ കൊച്ചി ആണ്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു തരാം പ്രശാന്ത്. നമ്മൾ പറയേണ്ട ഒരു കാര്യം തന്നെ, ട്രിവാൻഡ്രത്തായാലും കൊച്ചിയിലായാലും എന്തുകൊണ്ട് ഇവിടെ ഈ പ്രശ്നങ്ങൾ, നമുക്ക് നമ്മുടേതായ ഒരു ഇൻഹെറിറ്ററി ഉണ്ട്. ഞാൻ പഴയ ആളാണെന്ന് പറഞ്ഞ് എന്നെ പുച്ഛിച്ചാൽ എനിക്ക് വിരോധമൊന്നുമില്ല. നമുക്ക് ഇപ്പൊ എൻ്റെ മക്കളൊക്കെ പഠന ആവശ്യവുമായി ബന്ധപ്പെട്ട് പുറത്തു നിന്ന് പഠിക്കുന്നവരാണ്. ശരി, ആയിക്കോട്ടെ, എല്ലാവരും ചെയ്യുന്ന പറഞ്ഞാൽ ആ കൂത്ത് നമ്മളും ചെയ്യണമെന്നില്ല. ഇപ്പൊ ഈ പറയുന്ന നൈറ്റ് ലൈഫിനെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സാമൂഹിക വിപത്തിലേക്ക് തന്നെ പോകാനാണ്. കാര്യം ഒന്നാമത് കൊച്ചി താമസിക്കുന്ന നമ്മൾ കാണുന്നതാണ്. അല്ല ചേട്ടാ, ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ഒരു സാമൂഹിക വിപത്തിലേക്ക് പോകുന്നു. ഇവിടെ ഞാനും എൻ്റെ ഇപ്പോൾ ക്യാമറ എടുക്കുന്ന എൻ്റെ ക്യാമറാമാനും അടങ്ങുന്ന ടീം നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങളിവിടെ വർക്ക് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് ചുമ്മാ ഇരിക്കുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ദൂരം യാത്ര ചെയ്ത് ഒരു കോഫി കുടിച്ച് തിരിച്ചു വരുന്നവരാണ്. ഞങ്ങൾ മദ്യപിച്ച് പുറത്തിറങ്ങുന്നവരല്ല, ഞങ്ങൾ ആരും തന്നെ മദ്യപിക്കുന്നവരല്ല, ഞങ്ങൾ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, പണി കഴിഞ്ഞ് വന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങണം എന്നുള്ള നിയമമൊന്നും ഇല്ല. രാത്രിയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. രാത്രിയിൽ പകല് കാണുന്നതിനേക്കാൾ മനോഹരമായ പല ദൃശ്യങ്ങളും രാത്രിയിലുണ്ട്. തീർച്ചയായും. അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ ചേട്ടാ, ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പറഞ്ഞ ചേട്ടൻ പറഞ്ഞു മദ്യപിച്ച് പുറത്തിറങ്ങുന്നവരെ തല്ലുവാനായി പുറത്തിറങ്ങുന്ന ഒരു പോലീസുകാരൻ ആലപ്പുഴയിൽ വെച്ച് ഈ പറഞ്ഞ കുടുംബത്തെ ആക്രമിച്ച സംഭവം നടന്നിട്ട് ഏകദേശം 1 വർഷമാകാൻ പോകുന്നേ ഉള്ളൂ. ഒരു ട്രാവലറിൽ വന്നിറങ്ങി തട്ടുകടയിൽ വന്ന് നിന്ന കുടുംബത്തെയാണ് അയാൾ ആക്രമിച്ചത്. അത് ഭയങ്കര വിവാദമായ ഒരു വിഷയമാണ്. അവരാരും മദ്യപിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രസകരമായുള്ള കാര്യം. കുട്ടികളടക്കം അടികൊണ്ടൊരു സംഭവം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ടൂറിസം വ്യവസായം, മദ്യ വ്യവസായം, ഇതൊക്കെയാണ് സർക്കാരിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന കാര്യങ്ങൾ.
ഈ ടൂറിസം പോലും ഒരു പരിധി വരേക്കും മദ്യത്തിൽ താങ്ങിപ്പിടിച്ചല്ലേ നിൽക്കുന്നത്. മദ്യ വ്യവസായമാണ് സർക്കാരിനെ താങ്ങി നിർത്തുന്ന അടിത്തറ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എന്ന് പറയുവാനായിട്ട് ചേട്ടൻ എന്ത് അടിസ്ഥാനമാണ് ഉള്ളത്? ഒരിക്കലും ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം മദ്യം ഏറ്റവും കൂടുതൽ സർക്കാരിന് ക്യാഷ് കൊണ്ടു കൊടുക്കുന്നത് മദ്യമാണ്. തൃശ്ശൂരെയും ചാലക്കുടിയിലെയും കോട്ടയത്തെയും ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു ഓണത്തിനും വിഷുവിനും ക്രിസ്തുമസിനും എത്ര ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റ് പോകുന്നത് എന്നുള്ളത്. ചാലക്കുടിയാണോ കോട്ടയമാണോ ഇതിൽ ഒന്നാം സ്ഥാനത്ത് വരിക എന്നുള്ള രീതിയിൽ ഒരു മത്സരം തന്നെ നടക്കുകയാണ്. ഇപ്പൊ കൊല്ലം കയറി വരുന്നുണ്ട്, തിരുവനന്തപുരം കയറി വരുന്നുണ്ട്. ഈ മാനവീയം വീതി തിരുവനന്തപുരം നൈറ്റ് ലൈഫ് വളരെ നല്ല രീതിയിൽ ഗാനമേളയും പാട്ടുകളും ആഘോഷങ്ങളും ഡാൻസും ഒക്കെയായി നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്ന ഒരു കൂട്ടമുണ്ട് മാനവീയം വീതിയിൽ. അതുവഴി നടക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ശരിയല്ലേ? ഫോർട്ട് കൊച്ചിയിലെ നൈറ്റ് ലൈഫ്, അവിടെ കടൽക്കാറ്റേറ്റും അതുപോലെ തന്നെ കായൽക്കാറ്റേറ്റും ആസ്വദിക്കാൻ വരുന്ന കുടുംബങ്ങളുണ്ട്. അതിനിടയിലേക്കാണ് ഈ മദ്യം ചെന്ന് കലങ്ങുന്നത്. ഇന്നലെ പത്തനംതിട്ടയിൽ മദ്യം ചെന്ന് കലങ്ങുന്നത് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിയിട്ടില്ല. ഇന്നലെ പത്തനംതിട്ടയിൽ മദ്യപിച്ചെത്തിയ പിതാവ് 5 വയസ്സുള്ള കുഞ്ഞിനെ എടുത്ത് കനാലിൽ എറിഞ്ഞൊരു സംഭവം. മദ്യം എന്ന് പറയുന്ന വിഷത്തെ വിൽക്കുന്നത് സർക്കാരാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴമക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, കൊണ്ടു നടന്നതും നീയ ചാപ്പ, കൊണ്ട കളഞ്ഞതും നീയ ചാപ്പ. വിൽക്കുന്നത് സർക്കാർ. മദ്യപിച്ചിട്ട് വീട്ടിലിരിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ 12 മണി വരെ ബാർ തുറന്നു വെച്ചിരിക്കുന്നത് എന്തിനാണ്? അല്ല ഞാൻ ചോദിക്കുന്നത്, ഇത് തുറന്നു വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഈ പറയുന്ന ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് തിരിച്ചു പറയാനുണ്ട്. ഞാൻ പറഞ്ഞ ഈ ബീവറേജിൽ 9 മണി വരേക്കും ക്യൂ നിന്ന് 9 മണിയാകുമ്പോൾ ബീവറേജ് പൂട്ടി പോകുന്നു. ഈ കഴിക്കുന്നതിന് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് കഴിച്ച് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, ഈ പറയുന്ന ക്രൈം റേറ്റുകൾ കൂടില്ലല്ലോ. ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന ക്രൈം റേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എല്ലാം പിന്നിൽ പ്രധാനമായും ഉള്ളത് മദ്യം എന്ന് പറയുന്ന വില്ലനാണെന്ന് ഞാൻ പറഞ്ഞാൽ അല്ല എന്ന് പറയാൻ ചേട്ടന് സാധിക്കുമോ? പ്രശാന്ത് എന്നെ 2 വർഷവും ഇപ്പോൾ സംസാരിച്ചു. മദ്യപിക്കുന്നതിൽ എന്ത് തെറ്റ് ചേട്ടാ എന്ന് ചോദിച്ചു. മദ്യത്തിന്റെ വിപത്തിനെ കുറിച്ചും പ്രശാന്ത് ഇപ്പോൾ പറഞ്ഞു. 2 വർഷവും പ്രശാന്ത് പറഞ്ഞു. പ്രശാന്ത് എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയുള്ളൂ, നിങ്ങൾ മദ്യപിക്കുന്ന ആളെങ്കിൽ നിങ്ങൾ മദ്യപിച്ചോളൂ. ഞാൻ ബാറിലൊക്കെ പോയിട്ടുള്ള ആൾ തന്നെയാണ്. ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടൊപ്പം ബാറിൽ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ കുടിക്കില്ല, ഞാൻ അവരെ കൂടി ഇരിക്കും, അവരെന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ബാറിൽ മാന്യമായിട്ട് കുടിക്കുന്നവരുമുണ്ട്. ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയുക, മാന്യമായിട്ട് കുടിക്കുന്നവരുണ്ട്. 10 പേരെ എടുത്താൽ ഒരാളെങ്കിലും കുരങ്ങന്റെ സ്വഭാവം കാണിക്കാതിരിക്കില്ല. ഒരാളെങ്കിലും കുരങ്ങന്റെ സ്വഭാവം കാണിക്കാൻ പലവിധമാണല്ലോ. അതെ, കുരങ്ങന്റെ സ്വഭാവം കാണിക്കും. ഈ കുരങ്ങൻ കാരണം, ഈ കുരങ്ങന്റെ സ്വഭാവം, ഈ മർക്കടൻ കാരണം ചിലപ്പോൾ ഉണ്ടാകുന്ന വിപത്ത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു പോലീസുകാരൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോലീസ് ജീപ്പിനകത്തിരുന്ന് മദ്യപിക്കുന്ന പോലീസുകാരൻ ഇപ്പോൾ ഈ കുറച്ചു മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ പ്രശാന്തിന് 10 മിനിറ്റ് മുമ്പ് പ്രശാന്തിന് ഒരു ചാനലിലെ നമ്മളെ വാർത്ത നമ്മൾ കാണുകയാണ് ഇതുമായി സംബന്ധിച്ച്. അതിൽ ഇടതു ചായവുള്ള റിപ്പോർട്ടർ പറയുകയാണ്, കർണാടകത്തിൽ അങ്ങനെയാണ്, തമിഴ്നാട്ടിൽ ഇങ്ങനെയാണ്, ഇത് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പ്രശാന്ത് പറഞ്ഞ പോലെ പ്രശാന്ത് നൈറ്റ് ലൈഫ് ഒക്കെ നല്ലത് തന്നെ പ്രശാന്ത്, പക്ഷെ മാന്യമായി നിങ്ങൾ ഇടപെടണം. ഇപ്പൊ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ കുഞ്ഞ് പോട്ടെ, നമ്മുടെ സുഹൃത്തിന്റെ ഭാര്യ പാലാരിവട്ടത്ത് 24 മണിക്കൂർ തുറന്നിരിക്കുന്ന ഒരു തട്ടുകടയുണ്ട്, അറിയാലോ, അവിടെ നമ്മൾ നിൽക്കുന്നു. ബഹുജനം പലവിധം. ഇപ്പൊ അപ്പന്റെ പ്രായമുള്ളവനെ, അമ്മയുടെ പ്രായമുള്ളവനെ തിരിച്ചറിയാൻ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അറിയില്ല. ചെറുപ്പമാണ്, ചെറുപ്പത്തിൽ എന്തും ചെയ്യാമെന്നുണ്ട്. അപ്പന്റെ കൂടെ ഇരുന്ന് മദ്യപിക്കുന്ന പിള്ളേരാണ്, അല്ലെങ്കിൽ അപ്പന്റെ പ്രായമുള്ളവരുടെ മദ്യപിക്കുന്ന പിള്ളേരാണ്. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നേർക്ക് വരുമ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത്. എന്റെ പെങ്ങളെ പറഞ്ഞാൽ, എന്റെ അമ്മയെ പറഞ്ഞാൽ, എന്റെ ഭാര്യയെ പറഞ്ഞാൽ വേദന ഉണ്ടാവും. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒക്കെ നിങ്ങൾ ചെയ്തോളൂ, പക്ഷെ അതിനൊരു ലിമിറ്റ് നിങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, മദ്യപിച്ചുകൊണ്ട് വന്ന് കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിട്ടു, അല്ലെ? മദ്യത്തിന്റെ ലഹരിയിൽ ഭാര്യയെ ചെയ്യാവുന്നതിനപ്പുറം എല്ലാവർക്കും ജീവിതമുണ്ട്. നിങ്ങൾ മദ്യപിക്കണമെങ്കിൽ നിങ്ങൾ മദ്യപിച്ച് നിങ്ങൾ വീട്ടിൽ പോക്കോ. ഞാൻ ബാറിൽ ഈ പറയുന്ന കൂട്ടുകാരോടൊപ്പം പോയി അവിടെ ഇരുന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ കൂടെ പോയി ഇരുന്നിട്ടുണ്ട്. ബാറിന്റെ രംഗം എനിക്കറിയാം. ഞാൻ ഇടയ്ക്ക് പകല് ഇവിടെ പാലാരിവട്ടത്തേന് ഞാനൊരു ബാറിൽ പോയി ഉച്ചഭക്ഷണം കഴിച്ചത്. ആ വെയിറ്റേഴ്സിനെയൊക്കെ സമ്മതിക്കണം. പകൽ സമയത്ത് പോലും കുടിച്ചിട്ട് എന്തെല്ലാം പേക്കൂത്ത ഓരോരുത്തർ കാണിക്കുന്നത്. നിങ്ങൾ കാണിച്ചോളൂ, നിങ്ങളുടെ ആത്മനിർവൃതി അടഞ്ഞോളൂ, സർക്കാർ കാശുണ്ടാക്കിക്കോളൂ, പക്ഷെ സമൂഹത്തിന് വിപത്തുണ്ടാവരുത്. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. മദ്യം കഴിക്കുന്നതിലെ എണ്ണം കുറഞ്ഞു എന്ന് നമ്മുടെ മാധ്യമങ്ങളിലെ സുഹൃത്തുക്കളൊക്കെ, നമ്മളൊക്കെ മാധ്യമങ്ങളിൽ പണിയെടുക്കുന്നവരാ. എൻ്റെ പല സുഹൃത്തുക്കളും ഞാൻ ഈ പറയുന്നതിൽ കണ്ടിന്യൂസ് ഒരു മദ്യം കഴിക്കുന്നവനല്ല, അല്ലെങ്കിൽ മദ്യപിക്കാത്ത അയ്യപ്പദാസാണ്, മാറി നിൽക്ക് എന്ന് എന്നോട് പറഞ്ഞ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു പ്രമുഖ വ്യവസായിയുടെ കള്ളു പാർട്ടിയിൽ ഞങ്ങളെ വിളിക്കുന്നു. എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ സംഗ്രഹിച്ചോളാം. അപ്പോൾ കള്ളു കുടിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞു, എടാ നീ വെറുതെ എങ്കിലും ഒരു ഗ്ലാസ് വെച്ചോണ്ട് നിൽക്കേ. അപ്പം മദ്യപാനം ഒരു ഇതും കൂടെ ആയിരിക്കണം നമ്മുടെ സൊസൈറ്റിയിൽ, ബിസിനസ് സൊസൈറ്റിയിൽ. ഞാനത് പിടിച്ചോണ്ട് നിന്നു, കഴിച്ചു, അവർ കാണാൻ വേണ്ടി. അത് സ്വാഭാവികമാണ്. പ്രശാന്ത്, നിങ്ങൾ കഴിച്ചോളൂ, സമൂഹത്തിന് വിപത്തുണ്ടാകാതിരിക്കുക. ബേസിക്കലി ഞാൻ കഴിക്കുന്നൊരു വ്യക്തിയല്ല. എന്നാണെങ്കിലും സർക്കാരിൻ്റെ ഈ നയം തീർച്ചയായും. പിന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു വെക്കണം പ്രശാന്ത്, ഈ മദ്യപാനം കുറഞ്ഞു എന്ന് പറയും. ഇപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിശയം തോന്നും. ഇപ്പൊ ഒരു പൊതു അവധി വരുമ്പോൾ ചാലക്കുടിയിലുള്ള ഒരു കുടിച്ചു എന്നുള്ളത്. കുടിക്കട്ടെ, കുടിക്കുന്ന നമുക്ക് സന്തോഷമേ ഉള്ളൂ. കുടിച്ച് നിങ്ങൾ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ഡാൻസ് കളിക്കുകയോ അതിന്റെ ആംബിയൻസ് കാണിക്കുകയോ ചെയ്തോ, അതിൽ എനിക്കും സന്തോഷമുണ്ട് പ്രശാന്തിന്. പക്ഷെ സമൂഹത്തിന് വിപത്തുണ്ടാവരുത്. പിന്നെ മദ്യം കുറഞ്ഞു എന്നുണ്ടെങ്കിൽ ഇവിടെ മയക്കുമരുന്ന് കൂടിയിട്ടുണ്ട്, മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടിയിട്ടുണ്ട്. നമ്മൾ കൊച്ചി ജീവിക്കുന്നവരാ.
പ്രശാന്ത് പറ, നമ്മുടെ കൺവെട്ടത്തിൽ നമ്മൾ എന്തുമാത്രം ഈ പറയുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മദ്യപിച്ച് പോകണമെങ്കിൽ പോട്ടെ, അവൻ വെള്ളം ഒടിച്ചെന്തെങ്കിലും പറയാം, വെള്ളം ഒടിച്ചെന്തെങ്കിലും എന്താണെങ്കിലും ചേട്ടാ നമുക്ക് അപ്പൊ ഇതിൽ ഒരു പോയിന്റ് പറയാനുള്ളത്, ഇലക്ഷൻ അടുത്ത് വരുന്ന ഈ സമയത്ത് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുമ്പോൾ സർക്കാരിന് വരുമാനം കൂട്ടാനാണ് എന്നുണ്ടെങ്കിൽ, പ്രതിപക്ഷം കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തു എന്നുണ്ടെങ്കിൽ, ഇതിന്റെ പിന്നിൽ ഒരു വലിയ വിപത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. കാര്യം മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞു എന്ന് പറയുന്നു, മയക്കുമരുന്നിന്റെ ഉപഭോഗം കൂടിയിരിക്കുന്നു. അപ്പോ നമുക്ക് എന്തായാലും അയ്യപ്പച്ചേട്ടൻ പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിനിപ്പുറം ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. മദ്യത്തിന്റെ ഉപയോഗം കുറഞ്ഞു, മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മദ്യം കൊടുക്കുന്ന മദ്യശാലകളുടെ ടൈം നീട്ടുവാനായിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ലാഭത്തിന് വേണ്ടിയോ എന്തിനു വേണ്ടിയോ, കാശിന് വേണ്ടി. എന്താണെങ്കിലും ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ചെറിയ പാമ്പ് ഒരെണ്ണത്തെ വീട്ടിൽ വളർത്തി വലിയ പാമ്പിനെ കൊല്ലാൻ നോക്കുന്ന ആ ഒരു തത്വം, അതായത് മദ്യത്തെ ഒഴുക്കി മയക്കുമരുന്നിനെ തടയാൻ നോക്കുന്ന തത്വം, അതാണോ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്താവും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും.